പോസിറ്റീവ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനം നമ്മുടെ അമ്മമാർക്കും ഒക്കെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ഈ തേയ്മാനം എന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഒരു 45-50 വയസ്സിന് ശേഷം സ്ത്രീ ശരീരത്തിൽ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ അളവ് ഗണ്യമായി കുറയുന്നുണ്ട്. മെനോപോസിന് ശേഷം, അതായത് ഈ സാധാരണ ശരീരത്തിൽ ഈ ഈസ്ട്രോജൻ എന്ന ഹോർമോണിൻ്റെ സഹായത്താലാണ് ബോൺസും ലിഗമെൻസും ഒക്കെ സ്ട്രെങ്തൻ ആയിരിക്കുന്നതും റിപ്പയർമെൻറ്റ് നടക്കുന്നതും ഒക്കെ ഈ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ സഹായത്താലാണ്. അപ്പോൾ ഇത് യൂഷ്വലി കുറയുമ്പോൾ നമുക്കറിയാം ഈ ബലക്കുറവ് ഉണ്ടാവുകയും അത് ഈ തേയ്മാനത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഈ മെനോപോസിന് ശേഷം തന്നെ ഓവർ വെയ്റ്റ് ഗെയിൻ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതും തേയ്മാനത്തിന് കാരണമാകുന്നു. കോമൺലി നീ ജോയിൻറ്റും നമ്മുടെ സർവൈക്കൽ ജോയിൻറ്റ്, കഴുത്തിലെ ജോയിൻസിനൊക്കെയാണ് തേയ്മാനം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഏർലി ഏജസിൽ നേരത്തെ എന്തെങ്കിലും ഇഞ്ചുറീസോ ലിഗമെൻ്റ് ഇഞ്ചുറീസ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പർ മാനേജ് ചെയ്യാതെ വിട്ടേക്കുകയാണെങ്കിൽ അതും ഈ തേയ്മാനത്തിലേക്ക് നയിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ ഡയറ്റ് ഫോളോ ചെയ്യാത്തത് ഇതിനൊരു പ്രധാന കാരണമായി കണ്ടുവരുന്നുണ്ട്. ഇനി ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? മെയിനായിട്ടും എല്ലാ ജോയിൻസിനുള്ള വാമപ്പ് എക്സസൈസ് അല്ലെങ്കിൽ സ്ട്രെങ്തനിങ്ങും സ്ട്രെച്ചിങ്ങുമായിട്ടുള്ള ഒരു എക്സസൈസ് നിങ്ങളൊരു 30-35 വയസ്സിന് ശേഷം കണ്ടിന്യൂസ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ സ്ട്രെങ്തൻ ചെയ്യുവാനും അതോടൊപ്പം തന്നെ നല്ലൊരു ന്യൂട്രീഷൻ, വിറ്റാമിൻ ഡി, കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് പാലും പാലുൽപ്പന്നങ്ങളും അതുപോലെ മുട്ട, മുരിങ്ങയില, എള്ള് ഇതുപോലുള്ള ഭക്ഷണങ്ങൾ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 90% തീർച്ചയായും ഈ ആർത്രൈറ്റിസ് കേസുകൾ, പോസിറ്റീവ് ആർത്രൈറ്റിസ് കേസുകൾ തടയാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ എക്സസൈസും ഡയറ്റ് നോക്കിയാൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വസ്തുത. ഓർക്കുക, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണ് ഇവിടെ പ്രായോഗികമായിട്ടുള്ളൊരു കാര്യം. ഇനി എങ്ങനെ മാനേജ് ചെയ്യാം? ഒരു മൈൽഡ് ടു മോഡറേറ്റ് കേസസിൽ നമുക്ക് ആയുർവേദം കൊണ്ട് നന്നായിട്ട് ഈ പോസിറ്റീവ് ആർത്രൈറ്റിസ് കേസുകൾ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ സിവിയർ കേസസൊക്കെ ആണെങ്കിൽ സർജറി ആയിരിക്കും ഏക ഓപ്ഷനായിട്ടുള്ളത്. അതും 100% സക്സസ് റേറ്റ് ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ കൃത്യമായിട്ടുള്ള എക്സസൈസും അതോടൊപ്പം നല്ല മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഒരു 30-35 വയസ്സിലുള്ളവർ ഇപ്പോൾ തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു 50s വളരെ ഹെൽത്തി ആയിട്ട് ആരോഗ്യത്തോടെ ആയിരിക്കുവാൻ സാധിക്കും. എല്ലാവർക്കും ആരോഗ്യപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം ആശംസിക്കുന്നു.